ഇന്നത്തെ കെ പി സ്റ്റോക്കിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കെ പി സ്റ്റോക്കിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പുതിയ പത്രമാണ്. പത്രം പുതിയതല്ല, പക്ഷേ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് ഹല്ലേലൂയ ദൈവവാരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും പ്രസിദ്ധീകരിക്കുന്ന ഗുഡ് ന്യൂസും അതിനു മുമ്പ് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്ന മറാനാഥ വോയിസിലെയും വാർത്തകളാണ് നമ്മൾ വായിച്ചത്. ഇന്ന് വായിക്കുന്നത് ബൈ വീക്കിലി ആയിരിക്കുന്ന ഹല്ലേലൂയ വാരികയാണ്. ഹല്ലേലൂയ വാരിക നമ്മുടെ വായനക്കാർക്ക് വളരെ താല്പര്യമുള്ള ഒരു മാസികയാണ്, അല്ലെങ്കിൽ ദൈവവാരികയാണെന്ന് എനിക്കറിയാം. കാര്യം ഏകദേശം 30 വർഷമായി ഈ ദൈവവാരിക ബൈ വീക്കിലി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പത്രാധിപരാണ് പാസ്റ്റർ സാംകുട്ടി ചാക്കോ നിലമ്പൂർ. അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫ് എഡിറ്റർ. കഴിഞ്ഞ വർഷങ്ങളായി മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പാസ്റ്റർ സാംകുട്ടി ചാക്കോ. ഞാൻ ഓർക്കുന്നു, അദ്ദേഹമൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ മാധ്യമ പ്രവർത്തനത്തിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ആദ്യം പ്രവർത്തിക്കുന്നത് മലബാറിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മലബാർ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഒരു മാസിക അല്ലെങ്കിൽ വാരിക ഉണ്ടായിരുന്നു. ഗുഡ് ന്യൂസ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മെസ്സഞ്ചർ മലബാർ ഭാഗത്ത് നിന്ന് മലബാർ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയിരുന്നു. അദ്ദേഹമൊക്കെ ആയിരുന്നു എൻ്റെ ചീഫ് എഡിറ്റർ. എന്നാൽ പിന്നീട് അദ്ദേഹം ഗുഡ് ന്യൂസിലെ സ്റ്റാഫായി. അതിനുശേഷമായിട്ട് അദ്ദേഹം ഹല്ലേലൂയ എന്ന് പറയുന്ന ഈ ബൈ വീക്കിലി പ്രസിദ്ധീകരിച്ചു. ഓർക്കുന്നു, കോട്ടയത്തെ പാസ്റ്റർ ഫി എം ഫിലിപ്പാണ് ഈ ദൈവവാരിക ഹല്ലേലൂയ പ്രസിദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ എല്ലാ മലയാളികളുടെയും ചുണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കാണ് ഹല്ലേലൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട്. വളരെ ലൈവായിരിക്കുന്ന വളരെ നല്ല വൈബുള്ള ഒരു പത്രം കൂടിയാണ് ഹല്ലേലൂയ വാരിക എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ പേജിൽ ഉത്തർപ്രദേശിൽ മലയാളി പാസ്റ്ററെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ പത്രിക അല്ലെങ്കിൽ ഈ ദൈവവാരിക എനിക്ക് ലഭിക്കുന്നത് ചിക്കാഗോയിൽ എനിക്ക് എൻ്റെ PDF ഫോമിൽ ഇന്നലെ രാത്രിയാണ് എനിക്ക് കിട്ടുന്നത്. മാർച്ച് മാസം 1-ാം തീയതി. ഇത് മാർച്ച് 1 മുതൽ 15 വരെയുള്ള ലക്കമാണ്. ആദ്യത്തെ 2 ആഴ്ചത്തെ പല വാർത്തകൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മളൊന്നുകൂടെ ഓടിച്ചു പോവുകയാണ്. ഒന്നാമത്തെ പേജിൽ ഉത്തർപ്രദേശിൽ മലയാളി പാസ്റ്റർ അറസ്റ്റ് ചെയ്തു. ഈ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കവർ ചെയ്തതാണ്. കൊട്ടാരക്കര സ്വദേശിയായ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് പറയുന്നത് ജോസ് തോമസ്, കൊട്ടാരക്കര സ്വദേശിയാണ്. ചെറുവിക്കൽ ബൈബിൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ ഉത്തർപ്രദേശിൽ വെച്ച പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ബൈബിളും മറ്റ് ലഘുലേഖകളും ഒക്കെ എടുത്തുകൊണ്ട് പോയി മതപരിവർത്തനം നടത്തിയെന്നാണ് അദ്ദേഹത്തിനെതിരായിട്ട് ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. വീണ്ടും അദ്ദേഹത്തെ ഉത്തർപ്രദേശിലെ സിക്കന്ദർപൂരിലാണ് പാസ്റ്റർ ജോസ് തോമസ് അറസ്റ്റിലായത്. അദ്ദേഹത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറുവശത്ത് മറ്റൊരു വാർത്തയുള്ളത്, ആദിവാസി ക്രൈസ്തവരുടെ മൃതദേഹം കുഴുതോണ്ടി എടുക്കരുത് സുപ്രീം കോടതി. അതൊരു സുപ്രധാന വിധിയാണ്. ഛത്തീസ്ഗഡിലും മറ്റ് പല സ്ഥലങ്ങളിലും ആദിവാസികളുടെ ശവങ്ങൾ കല്ലറിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് അത് ക്രിസ്ത്യാനികളാണെങ്കിൽ മറ്റിടത്ത് കൊണ്ട് അടക്കുവാനും ഹിന്ദുക്കളാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അടക്കുവാനൊക്കെയുള്ള ചില വർഗീയവാദികളുടെ പെരുമാറ്റങ്ങൾ സുപ്രീം കോടതി ആകാംക്ഷ പുറപ്പെടുവിച്ചിരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ചോദിച്ചതായിട്ടാണ് ആ വാർത്ത. അടുത്ത വാർത്ത ഒന്നാമത്തെ പേജിലുള്ളത്, IPC കാനഡ റീജിയൻ പാസ്റ്റർ എബി കെ ബെൻ പ്രസിഡന്റ്, പാസ്റ്റർ ബെറിൽ തോമസ് സെക്രട്ടറി. കാനഡ ആസ്ഥാനമാക്കി IPCയുടെ റീജിയൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭാരവാഹികളെക്കുറിച്ചുള്ള വാർത്തയാണ്. എബി കെ ബെൻ ആണ് പ്രസിഡന്റ്, ബെറിൽ തോമസ് സെക്രട്ടറി. മറ്റ് ഭാരവാഹികളുടെ പേര് അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ബ്രദർ സൈൻ മാത്യു ആണ് ട്രഷറർ, ബ്ലസൻ വർഗീസ് സാം ജോയിൻറ്റ് സെക്രട്ടറി, പാസ്റ്റർ രഞ്ജിത്ത് ബോബി തോമസ് ആണ് സെക്രട്ടറി, പാസ്റ്റർ സാബു വർഗീസ് വൈസ് പ്രസിഡന്റ്. ഇങ്ങനെയാണ് അവരുടെ എക്സിക്യൂട്ടീവ് ലെവൽ പോകുന്നത്. മറ്റൊരു പ്രധാന വാർത്തയുടെ ഒന്നാമത്തെ പേജിലുള്ളത്, IPC സംസ്ഥാനതല ഉപവാസ പ്രാർത്ഥന മാർച്ച് 4 മുതൽ. നമുക്കറിയാം IPC കേരളത്തിൽ 2 സമാന്തര ഭരണകൂടങ്ങളാണുള്ളത്. ഒന്ന് ചില നാളുകൾക്ക് മുമ്പ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പാസ്റ്റർ KC തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു IPC കൗൺസിലും പ്രസ്ബിറ്ററിക്കും ഉണ്ട്. അപ്പോൾ തന്നെ ജനറൽ കൗൺസിൽ നിയമിച്ച അഡ്വോ കമ്മിറ്റി പാസ്റ്റർ CC എബ്രഹാം നേതൃത്വം നൽകുന്ന പാസ്റ്റർ KP കുര്യൻ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പുമുണ്ട്, ഒരു ഭരണ ഭാഗത്തുമുണ്ട്. എന്നാൽ ഇത് നടത്തുന്നത് പാസ്റ്റർ KC തോമസ് നേതൃത്വം നൽകുന്ന ടീമാണ്. മാർച്ച് 4 മുതൽ 4, 5, 6 വരെ
തിരുവനന്തപുരം പേരൂർക്കടയിൽ IPC ഫെയ്ത്ത് സെൻറ്ററിൽ വെച്ചാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേരളത്തിലുള്ള IPC കൗൺസിൽ മെമ്പർക്ക്. പിന്നെ ഒന്നാമത്തെ പേജിലുള്ള വാർത്തയാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചു. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുവാനും അവരുടെ പുരോഗമനത്തെക്കുറിച്ചും ഉള്ള ഒരു പഠിക്കുന്നതിന് വേണ്ടി JB കോശിയെ കമ്മീഷനായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് നിയമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിരുന്നെങ്കിലും ഇതുവരെ അത് പൊതുജനങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ലഭിച്ചിരുന്നില്ല. എന്നാൽ അത് ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും ജനങ്ങൾക്ക് അത് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചില ക്രൈസ്തവ നേതൃത്വം അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്, ചിലരതിനെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വാർത്ത ഇപ്പം വന്നത് നമ്മുടെ ഹൈന്ദവ ചില ഗ്രൂപ്പുകൾ അതിനെതിരായിട്ട്, പ്രത്യേകിച്ച് ഹിന്ദു കമ്മിറ്റി ഏതോ ഒരു വിഭാഗം അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ അതിന് അപ്പീലിന് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. കാര്യം ഇത് ന്യൂനപക്ഷ പ്രീണനമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പോകാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറയുന്നു. മറ്റൊരു വാർത്തയാണ് രണ്ടാമത്തെ പേജിൽ. അതിൻ്റെ വാർത്തയല്ല, സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയം എന്ന് ഡോക്ടർ തോമസ് വി അമ്പുക്കയത്ത്, അദ്ദേഹം അമേരിക്കയിൽ താമസിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളാണ് സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു വിശകലനവും വാർത്തയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ചില വാർത്തകളും രണ്ടാം പേജിലുണ്ട്. മൂന്നാം പേജിൽ അമേരിക്ക ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്കോ എന്ന് എഡിറ്റോറിയൽ എഡിറ്ററായിരിക്കുന്ന സാംകുട്ടി ചാക്കോ നിലമ്പൂർ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് യാത്രക്കിടയിൽ. വളരെ ഇൻഫോർമേറ്റീവായൊരു ഒരു ലേഖനമാണത്. നമ്മളെല്ലാവരും വായിച്ചിരിക്കണം. കാരണം അദ്ദേഹം ഇത് എഴുതുമ്പോൾ അമേരിക്ക ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ആ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം യുദ്ധത്തിലേക്കോ എന്നുള്ള ചോദ്യത്തോടെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇത് വായിക്കുമ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഇസ്രായേലിൻ്റെ സഹായത്തോടെ ഇറാനിൽ ബോംബ് മിസൈലുകൾ അയക്കുകയും അവിടുത്തെ ആത്മീയ രാഷ്ട്രീയ ഭരണാധികാരി ആയിട്ടുള്ള കുടുംബത്തെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. യുദ്ധം പുറപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഈ ലേഖനം നമ്മൾ വായിക്കേണ്ട ലേഖനമാണ്. ആരാണ് ഇറാൻ? ബൈബിളിൻ്റെ സ്ഥാനം എന്താണ്? അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, ഇറാനും ഇറാഖും തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചൊക്കെ സാംകുട്ടി ചാക്കോ വളരെ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 2 പേജോളം ആ ലേഖനം പോകുന്നുണ്ട്. വളരെ ഇൻഫർമേറ്റീവാണ്. പ്രത്യേകിച്ച് ഈ വളരെ ആനുകാലികമായിരിക്കുന്ന ഒരു ലേഖനമാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അത് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞങ്ങളുടെ പ്രേക്ഷകരെ ഉദ്ഘോഷിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും ഇത് കിട്ടുന്നില്ലെങ്കിൽ ദയവായി എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ പാസ്റ്റർ സാംകുട്ടി ചാക്കോവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കത് ലഭിക്കാം. നിങ്ങളുടെ വാട്സാപ്പ് ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ രണ്ടാം പേജിൻ്റെ അവസാനം വലിയതായി കരുതുന്നതിൻ്റെ കഥയില്ലായ്മ, പാസ്റ്റർ ജെയിംസ് ജോർജ് പത്തനാപുരം സഹപഠനോട് എന്ന് പറഞ്ഞൊരു കോളത്തിൽ എഴുതുന്ന തൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ പേജിൽ സാംകുട്ടി ചാക്കോയുടെ മുമ്പേ പറഞ്ഞ അമേരിക്ക ഇറാൻ സംഘർഷ യുദ്ധത്തിലേക്ക് എന്നുള്ള ഗംഭീരമായ ഇൻഫർമേറ്റീവായ ലേഖനം അതിൻ്റെ അകത്ത് ഉണ്ട്. ഇറാനിൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഉപസംഹാരമൊക്കെ വളരെ നന്നായിരിക്കുന്നു. ആ ലേഖനം ഇരിക്കുന്നു. അതിന് മുകളിൽ 1-2 വാർത്തകളുണ്ട്. ഒന്ന്, കേരള പെൻഡക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം ലേഖന മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ന്യൂയോർക്ക് ആസ്ഥാനമായി ന്യൂയോർക്ക് ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ചില മത്സരങ്ങൾ നടന്ന എൻ്റെ മത്സരങ്ങളെ പ്രഖ്യാപിച്ചു. പിന്നെ മറ്റൊരു വാർത്ത, ഇടുക്കി സെൻറ്ററിൻ്റെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള കൗൺസിൽ സെക്രട്ടറിയും കൗൺസിൽ മെമ്പറുമൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കിയിൽ നിന്നുള്ളവരെ ഇടുക്കിയിലുള്ള ചർച്ച് ഓഫ് ഗോഡ് സെൻറ്റർ ആദരിച്ചതായിട്ടും ഒരു വാർത്ത അവിടെയുണ്ട്. അടുത്ത 4-ാം പേജിൽ ഇളമ്പലിലെ പോസ്റ്റ്മാൻ ഉപദേശിയുടെ കഥ. ഒരു അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹം ഇളമ്പിൽ ഒരു പോസ്റ്റ്മാനായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നതിൻ്റെ കഥകളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് 88 വയസ്സ് പ്രായമാണ്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്കൊന്നും തവകൃപ മതിയാം എന്ന പാട്ടോടെയാണ് ജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ഈ സമയത്ത് ഒരു സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിക്കണം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം നമുക്ക് ജീവൻ നൽകി തന്നു, നമുക്ക് ആയുസ് നൽകി തന്നു. ഒരു ദിവസം കൂടെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപയോട് ദൈവം നമുക്കൊരു ദിവസം നൽകി തരുന്നു. ഈ വയോധിക 88 വയസ്സുള്ള പ്രിയ പിതാവ് പറയുന്നത്, ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനിയും എനിക്കെന്നും തവകൃപ മതി.
88 വയസ്സ് വരെ എന്നെ കാത്ത ദൈവം ഇനിയും എന്നെ കാക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത്. നമ്മുടെ ഈ ജീവിതം ആരംഭിക്കുവാൻ, ഓരോ ദിവസത്തെ ജീവിതം അങ്ങനെ ആരംഭിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 6-ാമത്തെ പേജിൽ ക്രിസ്തുവിൻ്റെ സഭയും രാഷ്ട്രീയവും റവറൻഡ് KS പോൾ കൊച്ചി എഴുതിയ ഒരു ലേഖനമാണ്. സഭ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ചിലർ ഇറങ്ങണമെന്ന് പറയുന്നു, ചിലർ പറയുന്നു നമുക്ക് MLA വേണം, MP വേണം, മന്ത്രി വേണം, ചിലർ പറയുന്നു വേണ്ട അതെല്ലാം അനാത്മീയമാണെന്ന് പറഞ്ഞു. ഏതായാലും ഇദ്ദേഹവും ഇതിൻ്റെ അകത്ത് പറയുന്നത് ആകെക്കൂടി പെട്ടെന്ന് വായിച്ചാൽ വേണ്ടെന്നുള്ള കാര്യമാണ്. നമ്മളെ സഹായിക്കാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ പോയിട്ട് അതിനൊന്നും ശ്രമിക്കേണ്ടെന്നുള്ളതാണ് ആ ലേഖനത്തിൽ പറയുന്നത്. ഇനി ആ 2-ാം പേജിൻ്റെ പേജിൻ്റെ ക്ഷമിക്കണേ, എത്രാമത്തെ പേജ്, 6-ാം പേജിൻ്റെ 3-4 ചെറിയ വാർത്തകൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒന്ന്, ബെൻസൺ K. ജോണിന് നഴ്സിംഗിൽ ഡോക്ടറേറ്റ് കിട്ടി. കെവിൻ എബ്രഹാം റോയ് മിസ്റ്റർ കേരളയായി. ശ്രുതി മെറിൻ ലാലിന് അലോഷ്യൻ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടി. പിന്നെ കൊലോസ്യ ലേഖനം മനഃപ്പാഠമായി ചൊല്ലി എലീജ അനി എബ്രഹാം ബെഹ്റിനിൽ അവാർഡ് നേടി. ഈ 4 പേര് ഞങ്ങളുടെയും അനുമോദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇനിയുള്ളത് 6-ാമത്തെ പേജ് മുഴുവനും, അല്ലെങ്കിൽ 6-7 പേജ്, 8-ാമത്തെ പേജിൻ്റെയും 8-ാമത്തെ പേജും 9-ാമത്തെ പേജും 10-ാം പേജും എല്ലാം പരസ്യങ്ങളാണ്. അല്ലേലിയയിലുള്ള പരസ്യങ്ങൾ എന്ന് പറയുന്നത് വിവാഹ പരസ്യങ്ങളാണ്. വരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ചില പേജുകൾ, വധുവിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മറ്റ് ചില പേജുകൾ. ഒത്തിരി പേര് ജീവിത പങ്കാളികളെ കണ്ടെത്തുന്ന ഒരു വേദിയാണ് ഹല്ലേലൂയയുടെ മാട്രിമോണിയൽ അഡ്വർടൈസ്മെൻറ്റും. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് പരസ്യം പറയുന്നത്: മക്കൾക്ക് അനുയോജ്യമായ ആലോചനകൾക്ക് ഇനി തല പോയിക്കേണ്ട, ഹല്ലേലൂയ മാട്രിമോണിയൽ ഇപ്പോൾ ഓൺലൈനിലും പ്രിൻ്റ് എഡിഷനിലും ചുരുങ്ങിയ ചിലവിൽ പരസ്യം ചെയ്യാം. എവിടെയോ പറയുന്നുണ്ട് ഏകദേശം 2000 രൂപയാണെന്നാണ് അദ്ദേഹം ഇതിൻ്റെ ഇവിടെ പറയുന്നത്. അതെ, 2000 രൂപ മാത്രം ആണ് പ്രിൻ്റ് എഡിഷനിലും എല്ലായിടത്തും ഇത് ഈ മാട്രിമോണിയൽ പരസ്യങ്ങൾ എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിലേക്കുള്ളൊരു പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ പേജുകൾ വധുവിനെ ആവശ്യമുള്ളവരുടെ മാത്രമാണ്. പിന്നെയുള്ള പേജുകളാണ് വരനെ ആവശ്യമുള്ളത്. ചില പത്രങ്ങളിലൊക്കെ ഇത് മിക്സ് ചെയ്യും. ഒന്ന് വധവാണെങ്കിൽ 2-ാമത്തെ വരൻ, പിന്നെ വധു, പിന്നെ വരൻ, ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, നമുക്ക് വേണ്ടി ഇത് എവിടെ പോയി തപ്പണമെന്ന്. എന്നാൽ ഈ ഹല്ലേലൂയയിൽ വധുവിനെ വേണ്ടി ഇവർക്ക് ആദ്യത്തെ ചില പേജുകളുണ്ട്, വരനെ വേണ്ടി ഇവർക്ക് അടുത്ത പേജുകളാണ്, എളുപ്പമുണ്ട് കണ്ടെത്താൻ എന്നുള്ള ഒരു പ്രത്യേകത ഈ ഹല്ലേലൂയയ്ക്കകത്തുണ്ട്. ഇനി അതിൻ്റെ 10-ാമത്തെ പേജിൽ ഒത്തിരി വാർത്തകളാണുള്ളത്. ICPF ബഹ്റിൻ ചാപ്റ്ററിന് പുതിയ നേതൃത്വം, ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് റീജിയന് പുതിയ നേതൃത്വം, UPF UAEക്ക് പുതിയ നേതൃത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്ത അവരുടെ പേര് വിവരങ്ങളൊക്കെ ആ പത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ സ്റ്റാൻലി ജോർജിന് മദർ തെരേസ്യ പുരസ്കാരം ലഭിച്ച ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ. ആ വാർത്തയും അദ്ദേഹത്തിൻ്റെ പടവുമുണ്ട്. തോന്നക്കൽ പുരസ്കാരം സജി നെടുമ്പത്രയും പ്രവാസി ക്രൈസ്തവ മാധ്യമ പുരസ്കാരം PC ഗ്ലെന്നിയും ഏറ്റുവാങ്ങി. നമുക്കറിയാം, നമ്മുടെ ടോമിൻ തച്ചങ്കരിൽ നിന്ന് അവർ അവാർഡ് ഏറ്റുവാങ്ങുന്ന പടങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എറൈസ് എബനസർ ഫീസ്റ്റ് ആദരസന്ധ്യ പുൽപ്പള്ളിയിലുള്ള ഒറ്റപ്പാലം IPC എബനസർ രജത ജൂബിലിയുടെ ഭാഗമായി അവിടെ ചില പ്രത്യേക ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന വാർത്തകളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്നാൽ ഒരു ഭാഗം ഇതിൻ്റെ അകത്ത് കാണുന്നത് ചികിത്സാ സഹായ അഭ്യർത്ഥന. കുറച്ചുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ചെങ്ങന്നൂർ കാരക്കാട്ട് സ്വദേശി 51 വയസ്സുള്ള ബിജു ഇരുവൃക്കകളും തകരാറിലായി 1.5 വർഷത്തിനിടെ 200 ഡയാലിസിസ് കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്തു വരവെയാണ് രോഗബാധിതനായത്. 2 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന കുടുംബത്തിന് മറ്റു വരുമാന മാർഗമില്ല. പന്തളം CM ഹോസ്പിറ്റലിലാണ് ചികിത്സ. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണം. ജീവൻ നിലനിർത്താൻ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അതിനകത്ത് ബാങ്കിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ചികിത്സാ സഹായത്തിലുള്ളൊരു അഭ്യർത്ഥന ഹല്ലേലൂയ മാസികൾ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വ്യക്തിയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹല്ലേലൂയയായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോൺടാക്റ്റ് ഇല്ലെങ്കിൽ ദയവായി ഞാനുമായിട്ട് ബന്ധപ്പെട്ട് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾക്കല്ല പണം അയക്കേണ്ടത്, നേരിട്ട് രോഗിക്ക് തന്നെയാണ് അയക്കേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥന്മാരില്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനത്തെ പേജിൽ ഒപ്പീനിയൻ എന്ന ടൈറ്റിലിൽ നമ്മുടെ പ്രിയങ്കരനായ സാം ടി ഷാമുൽ അറ്റ്ലാന്റ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് നമ്മുടെ സാം ടി ഷാമുൽ നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഹല്ലേലൂയയുടെ അവസാനത്തെ പേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ
പ്രകടിപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ഒന്നര ആഴ്ച മുമ്പ് ഫെബ്രുവരി ആദ്യ വാരവും അല്ലെങ്കിൽ രണ്ടാമത്തെ വാരമൊക്കെ മാധ്യമത്തിൽ നിറഞ്ഞു നിന്നതാണ് 10 വയസ്സ് മാത്രം പ്രായമുള്ള അലിൻ ഷെറിൻ എബ്രഹാം. കുഞ്ഞ് മാതാപിതാക്കളോടൊപ്പം കോട്ടയത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വാഹനം വന്ന് ഇടിച്ച് ആ കുഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് വെല്ലുമിച്ചടയിൽ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിച്ചു. ബ്രെയിൻ ഡാമേജ് ആയിരുന്നു. അതിന് മുമ്പായിട്ട് ആ അവയവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. ലോകത്തിലെ പല മാധ്യമങ്ങളും അതിനെ എടുത്ത് കാട്ടിയിരുന്നു. തിരുവനന്തപുരത്തോട്ട് ആ അവയവങ്ങൾ എത്തിച്ചു. അവിടെ നിന്ന് 4 മറ്റു കുട്ടികൾക്ക് ജീവിതം തുടരുവാൻ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ കാര്യം ഇടവായി. മല്ലപ്പള്ളി സ്വദേശികളാണ്. അവിടെ CSI സഭ അംഗങ്ങളാണ്. ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ വളരെ ലൈബ്രറിയുടെ ജനസഹസ്രങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് അലിൻ ഷെറിൻ എബ്രഹാം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ കോഴിക്കോട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ, അതോ കാസർഗോഡാണോ, കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഹോസ്പിറ്റൽ അതിനുവേണ്ടി തന്നെ നിയമിച്ചത് കേരളം മുഖ്യമന്ത്രി, ഇപ്പം കേരളം എന്ന് പറയണമെന്നാണ് പുതിയ നിയമം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ഉദ്ഘാടനം ചെയ്ത് ഈ കുട്ടിയുടെ പേര് നൽകി കൊടുത്തതായിട്ട് ഞാൻ കാണുവാൻ തക്കുണ്ടായി തുടങ്ങി. ഇങ്ങനെ ഇതൊക്കെയാണ് ഹല്ലേലൂയ വാരികയുടെ അല്ലെങ്കിൽ ദൈവവാരികയുടെ ബൈ വീക്കിലിയുടെ വാർത്തകൾ. ഇതാണ് ഏറ്റവും കറണ്ട് ഇഷ്യൂ ആണ്. ഇന്നലെ രാത്രിയാണ് എനിക്ക് ചിക്കാഗോയിൽ കിട്ടുന്നത്. നാട്ടിൽ തിരുവല്ലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം 1-ാം തീയതി ഇറക്കി. ഈ പത്രത്തിന് എല്ലാവിധമായിരിക്കുന്ന ഭാവുകങ്ങളും ഞങ്ങൾ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ചീഫ് എഡിറ്റർ ശ്രീ പാസ്റ്റർ സാംകുട്ടി ചാക്കോയ്ക്കും ടീമിനും എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അർപ്പിക്കുന്നു. ഇതിങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും അപ്ഡേഷനുണ്ട്. ഹല്ലേലൂയ പത്രത്തിന്, ഗുഡ് ന്യൂസിന്, മറ്റ് മാധ്യമങ്ങൾക്കൊക്കെ ഡെയിലി അപ്ഡേഷനുണ്ട്. അതുകൊണ്ടാണ് ചില വാർത്തകൾ ഇതിൻ്റെ അകത്ത് ചില ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്നത്. കാരണം ഈ വാർത്തകൾ അവരുടെ തന്നെ സൈറ്റിൽ നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മാധ്യമ രംഗത്ത് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന സാംകുട്ടി ചാക്കോയ്ക്ക് എല്ലാവിധമായിരിക്കുന്ന അനുമോദനങ്ങളും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ KP സ്റ്റോക്ക് കൂടി അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു പത്രവുമായിട്ട് കടന്നു വരുന്നതുവരെ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഈ മാധ്യമ സുവിശേഷ പ്രവർത്തനങ്ങൾ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ KP സ്റ്റോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.